എക്സാം അടുക്കാറാവുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ ആയിക്കോട്ടെ, അതല്ല നമ്മളിപ്പോ ലൈവ് ഒക്കെ പോകുന്ന സമയത്ത് ലൈവ് ചാറ്റില് ഏറ്റവും കൂടുതൽ കുട്ടികൾ തമ്മിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങിയോ? ഈ ഒരു കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. അതായത് നമ്മൾ എന്തിനാണെന്ന് അറിയില്ല, അതായത് മറ്റുള്ളവർ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലയോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു കുറച്ചൊരു സമാധാനം കിട്ടുന്ന പോലെയാണ് അല്ലെ. അതായത് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും മിക്കവാറും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി പഠിക്കണം അല്ലെ, അല്ലെങ്കിൽ പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല, അല്ലെങ്കിൽ ഒന്നും തുടങ്ങിയിട്ടില്ല, പുസ്തകം തൊട്ടിട്ടില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന റിപ്ലൈ കമന്റ്സ് അല്ലെ. ഇത് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. കാരണം ഞാനും എൻ്റെ ലൈഫില് ഒരു സ്റ്റേജില് ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കായിരുന്നു, പഠിച്ചു കഴിഞ്ഞോ, പഠിച്ചിട്ട് എവിടെ എത്തി, പഠിച്ചിട്ട് നിൽക്കുന്നുണ്ടോ, ഓർമ്മ കിട്ടുന്നുണ്ടോ, ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് മിക്കവാറും കിട്ടുന്ന ഉത്തരം പഠിച്ചിട്ടില്ല എന്ന് തന്നെ ആയിരിക്കും അല്ലെ. അപ്പോ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് അത്തരത്തിലുള്ള റിപ്ലൈ തരുന്നത്? അതിൽ ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും സത്യസന്ധമായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവാത്തത് കൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷെ അതിൽ മെജോറിറ്റി ആൾക്കാര് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും തൊട്ടിട്ടില്ല, പുസ്തകം തൊട്ടിട്ടില്ല, പഠിച്ചു തുടങ്ങിയിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്നിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും കള്ളാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മളൊരു ആൻസർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും ആൻസർ? നമ്മുടെ ഫ്രണ്ടും നമ്മുടെ അതേ അവസ്ഥയിലായിരിക്കും, പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അല്ലെ. നമ്മൾ എക്സാം എടുക്കാറായിട്ട് നമ്മൾ ഒന്നും തന്നെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാതാവുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊരു ടെൻഷൻ വരാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഈ ചോദ്യവുമായിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നും അവരും ഇതേ അവസ്ഥയിലാണ് എന്ന് കേൾക്കാനായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ നമ്മൾ ആ ഒരു ആൻസർ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി അതിൽ കുറച്ചു പേരെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പഠിച്ചു, ഇനി എനിക്ക് ആകെ 2 ചാപ്റ്ററും കൂടി ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ എല്ലാം റിവൈസ് ചെയ്തിട്ടുണ്ട് എന്ന് അവർ എപ്പോഴെങ്കിലും അവരുടെ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. നീ വലിയ പഠിപ്പി, നീ ഫുൾ പഠിച്ചല്ലേ, നിനക്കെല്ലാം കിട്ടുമല്ലേ, നിനക്ക് നല്ല മാർക്സ് അല്ലേ, നീ നമ്മളെ കൂട്ടത്തിലൊന്നും കൂട്ടണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഒറ്റപ്പെടുത്താൻ തുടങ്ങും. ഈ കാര്യം നിങ്ങളും ചെയ്തിട്ടുണ്ടാവില്ലേ അല്ലെ? തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തത് അതല്ല, നമ്മളെ പോലെ തന്നെ ഇങ്ങനെ പഠിക്കാതെ നടക്കുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത്. അതിൽ ആരെങ്കിലും സത്യം പറഞ്ഞപ്പോ അവരെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കോർണർ ചെയ്ത് ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകും. അത് ഭയന്നിട്ടാകും പലരും തന്നെ തിരിച്ച് നമ്മളോട് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷെ സത്യാവസ്ഥ അതാണോ? നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് 90% നിങ്ങൾക്ക് ആ പഠിച്ചിട്ടില്ല എന്ന് ആൻസർ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനം കിട്ടുന്നല്ലാതെ ശരിക്കും റിയാലിറ്റിയിൽ നമ്മുടെ ഫ്രണ്ട്സ് പഠിക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവുക? അവരുടെ ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ. മിക്കവാറും അതിന് ഇപ്പൊ പബ്ലിക് എക്സാമിന്റെ സമയത്താണ് നിങ്ങൾ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ റിസൾട്ട് വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക, അയ്യോ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന് ഫുൾ A+ ഫുൾ മാർക്കും ഒക്കെ ഉണ്ടല്ലോ, ഞാൻ മാത്രമാണല്ലോ ഇങ്ങനെ മാർക്ക് കുറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾക്ക് അപ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. പക്ഷെ അപ്പോ ആ കാര്യം റിയലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നുമില്ല. നമ്മളെ പോയ മാർക്സ്, നമ്മളെ പോയ അവസരം പോയത് തന്നെയാണ് അല്ലെ. റിയാലിറ്റിയിൽ എല്ലാവരും പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം എൻ്റെ കുട്ടികൾ എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി നമ്മളും പഠിച്ചു തുടങ്ങുക എന്നുള്ള ഒരു പോയിന്റിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. കാരണം ലാസ്റ്റ് മിനിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ കൂടുമ്പോൾ നമ്മൾക്കും എല്ലാവരും, നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കൂ, എല്ലാവരും പഠിച്ചിട്ടില്ല എന്നുള്ളൊരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നേ? നിങ്ങൾ ആരും പഠിച്ചിട്ടില്ല, നിങ്ങളെ ക്ലാസ് മുഴുവൻ തോറ്റുപോയി എന്ന് കരുതാ. അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റോ നമ്മുടെ എക്സാം സിസ്റ്റമോ നിങ്ങളെ എല്ലാവരും ഒരുമിച്ച് പാസ്സാക്കൊന്നുമില്ല. നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ലേ അത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ മക്കളെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി. ഓക്കെ, അപ്പൊ ആ ഒരു റിയാലിറ്റി എന്റെ കുട്ടികൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങുക. അപ്പൊ അതേപോലെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മിസ്സിന് അറിയാം നിങ്ങൾക്ക് കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ കുറെ പേര് മിക്കവാറും നമ്മളുടെ എക്സാം വിന്നറിന്റെ ബാച്ചുകളിലൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മുടെ ഉജ്വൽ ക്രാഷ് ബാച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും, ഷോർട്ട് നോട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും, വർക്ക് ഷീറ്റ് ഉണ്ടാവും, PYQ ക്ലാസ്സുകൾ ഉണ്ടാവും, പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. ഇനി അതല്ല നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ നീറ്റാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ നീറ്റ് ക്രാഷ് കോഴ്സ്
കോഴ്സ് ഉണ്ട്. 1899 ആണ് നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ഫീ. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ബുക്ക് കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഇനിയിപ്പോ കീം അല്ലെ ജെഇ ആണെന്നുണ്ടെങ്കിലും ഇതേ തന്നെയാണ്, നമ്മുടെ ക്രാഷ് ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് അതിന്റെ കൂടെയും നമ്മുടെ ഒരു ബുക്ക് സെറ്റ് അല്ല ബുക്ക് കിട്ടുന്നുണ്ടാവും. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെയുള്ള ഒരു ബുക്കാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. കാരണം ഇത് നിങ്ങളുടെ ലാസ്റ്റ് ആണ് അല്ലെ. ഇതോട് കൂടിയിട്ട് എന്റെ കുട്ടികളുടെ സ്കൂൾ ലൈഫ് തീരാണ്. അപ്പൊ ആ ലൈഫ് എൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ഘട്ടം എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്യണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനുണ്ടാവുന്ന മിസ്സിന് അറിയാം. പ്രത്യേകിച്ച് നിങ്ങളിപ്പോ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ് ഇനിയിപ്പോ മോഡൽ എക്സാമിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ഇനിയിപ്പോ പബ്ലിക് എക്സാം, അതിന്റെ കൂടെ തന്നെ ഇനിയിപ്പോ +1 ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളുടെ എക്സാമിന്റെ ഈ ക്രാഷ് കോഴ്സിന്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 ഇംപ്രൂവ് ചെയ്യുന്ന മക്കൾക്ക് അതിന്റെ ക്ലാസ്സുകൾ കൂടി കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്താണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ എല്ലാറ്റിന്റെ ഇടയിൽ ഒരു പ്രഷർ കുക്കറിന്റെ പരുവത്തിലായിട്ടുണ്ടാവും എന്റെ മക്കളെന്ന് മിസ്സിന് അറിയാം. പക്ഷെ ഇത് തന്നെയാണ് മക്കളെ എല്ലാ +2 ഹയർ സെക്കൻഡറി കാരുടെ അവസ്ഥ. +2കാർ കുറച്ചുകൂടി ടൈറ്റ് ആവും. കാരണം ഈ പറയുന്ന പലതരത്തിലുള്ള എക്സാമുകൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ടൈറ്റ് ആണ്, ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആണെന്ന് മിസ്സിന് അറിയാം. പക്ഷെ ഇത് ഈ ഒരു ഘട്ടവും നമ്മൾ കടന്നു പോകും. അത് ഏറ്റവും സ്മൂത്ത് ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തരുന്നുണ്ടാകും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. താല്പര്യമുള്ള മക്കൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ബാച്ചിലർ അഡ്മിഷൻ എടുക്കാം. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ.